ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേയിൽ റൂമെടുത്ത് യുവാവിനൊപ്പം താമസിച്ച യുവതിയെ ജീവനക്കാരനടക്കമുള്ള 7 സംഘം പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഭവം നടന്ന ഹോം സ്റ്റേക്ക് ലൈസൻസ് ഇല്ലെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയത്. കേരള ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഹോം സ്റ്റേകളുടെ വിവരം kerala-tourism.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ഇത് നോക്കി മാത്രമേ വിനോദസഞ്ചാരികൾ റൂമെടുക്കാൻ പാടുള്ളൂവെന്നും ടൂറിസം ഡയറക്ടർ PA ഷെയ്ഖ് പരീദ് വ്യക്തമാക്കി. അതേസമയം കോർപ്പറേഷന്റെ D&O ലൈസൻസ് മാത്രമാണ് ഗുഡ്ഷപ്പേഡ് ഹോം സ്റ്റേക്ക് നൽകിയിട്ടുള്ളതെന്നും ഇത് അനധികൃതമാണെന്നും കൊച്ചി ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ഈ നടന്ന ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന കെട്ടിടങ്ങൾക്ക് D&O ലൈസൻസ് കൊടുത്തതായി കോർപ്പറേഷന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്ത് പർപ്പസിനാണ് കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനധികൃതമായി ഹോം സ്റ്റേ നടത്താൻ ആർക്കെങ്കിലും കോർപ്പറേഷൻ്റെ D&O ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് ഇന്ന് കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം. അതേസമയം പീഡനക്കേസിൽ ഹോം സ്റ്റേ ഉടമയെ പ്രതി ചേർക്കാനോ ഹോം സ്റ്റേക്കെതിരെ നടപടിയെടുക്കാനോ പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ഹോം സ്റ്റേ അനധികൃതമാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.